ഓൾ ടൈം ഹൈയിൽ നിന്നും ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതും കഴിഞ്ഞ ദിവസം ചില പോസിറ്റീവ് ന്യൂസുകൾ വന്നതുമായ രണ്ട് സ്റ്റോക്കുകളെയാണ് ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ഈസി മൈ ട്രിപ്പ് അല്ലെങ്കിൽ ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം ഈസി ട്രിപ്പ് പ്ലാനേഴ്സ് ലിമിറ്റഡ് 5.6% വർദ്ധിച്ച് 42 രൂപ 29 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 7500 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 88.57, ഡിവിഡൻഡ് ഈൽഡ് 0.24%, 52 വീക്ക് ഹൈ 54, 52 വീക്ക് ലോ 37. 52 വീക്ക് ഹൈയിൽ നിന്നും സ്റ്റോക്ക് കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു. ദീർഘകാലമായി ഫ്ലാറ്റ് പെർഫോമൻസ് നടത്തുന്ന സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ്. ഒരു മാസം കൊണ്ട് 0.75% നെഗറ്റീവ് റിട്ടേൺ നൽകിയപ്പോൾ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 1% മാത്രം റിട്ടേണാണ് നൽകിയത്. കഴിഞ്ഞ ദിവസം നടന്ന ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ടൂറിസം സെക്ടറുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറിലെ സ്റ്റോക്കുകളായ ഈസി മൈ ട്രിപ്പ്, യാത്ര തുടങ്ങിയ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഈസി മൈ ട്രിപ്പ് ഇൻട്രാഡേയിൽ 8.86% ഉയർന്ന് 43 രൂപ 60 പൈസ എന്ന ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്തതിനു ശേഷം 42 രൂപ 25 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. കഴിഞ്ഞ വർഷം ടൂറിസം സെക്ടറിന് അലോക്കേറ്റ് ചെയ്തതിനേക്കാൾ ഉയർന്ന ഫണ്ടാണ് ഇപ്രാവശ്യം ടൂറിസം സെക്ടറിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 2024 ഫിനാൻഷ്യൽ ഇയറിൽ 1692 കോടിയാണ് ടൂറിസം സെക്ടറിന് അലോക്കേറ്റ് ചെയ്തതെങ്കിൽ ഇപ്പോഴത് 46% ഉയർത്തി 2479 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഇൻട്രിം ബഡ്ജറ്റിലും 2449 കോടി രൂപ ടൂറിസം ഇൻഡസ്ട്രിക്ക് വേണ്ടി ഗവൺമെൻറ് നീക്കിവെക്കുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഉയർത്താനും അതുവഴി ജോബ് ക്രിയേറ്റ് ചെയ്യാനും ഇൻവെസ്റ്റ്മെൻറ്റിനെ സിമുലേറ്റ് ചെയ്യാനും എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയെ അൺലോക്ക് ചെയ്യാനും ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്ന ഫാക്റ്റാണ്. ഇവിടെ ടൂറിസത്തോടൊപ്പം തന്നെ സ്പിരിച്വൽ ടൂറിസം സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാനും ഗവൺമെൻറ്റിന് ചില പദ്ധതികളുണ്ട്. 2025 ഫിനാൻഷ്യൽ ഇയറിൽ ബീഹാറിലെ വിഷ്ണുപത് ടെമ്പിളിൻ്റെയും മഹാബോധി ടെമ്പിളിൻ്റെയും കോറിഡോറുകൾ കാശി വിശ്വനാഥ് ടെമ്പിൾ കോറിഡോറിൻ്റെ മാതൃകയിൽ ഡെവലപ്പ് ചെയ്ത് ഈ രണ്ട് ടെമ്പിളുകളെയും വേൾഡ് ക്ലാസ് പിലിഗ്രിം ആൻഡ് ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുക എന്നുള്ളൊരു ടാർഗറ്റും ഗവൺമെൻറ്റിനുണ്ട്. ഹിന്ദുക്കളുടെയും ജൈനമതക്കാരുടെയും ബുദ്ധിസ്റ്റുകളുടെയും ഒരു പ്രധാന സ്പോട്ടായ രാജ്ഗീർ എന്ന പ്രധാന സ്പോട്ടിൻ്റെ ഡെവലപ്മെൻറ്റും 2025 ഫിനാൻഷ്യൽ ഇയറിലെ ടൂറിസം ഡെവലപ്മെൻറ്റ് പ്ലാനിൽ ഗവൺമെൻറ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കൂടാതെ ക്രൂയിസ് ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫോറിൻ ഷിപ്പിംഗ് കമ്പനികൾക്ക് കുറഞ്ഞ ടാക്സ് റിജീമിൽ ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ക്രൂയിസുകൾ ഓപ്പറേറ്റ് ചെയ്യാനുള്ള അനുമതിയും ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഫാക്റ്റുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇന്ത്യയെ ഒരു ഗ്ലോബൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി ഉയർത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ടൂറിസത്തോടൊപ്പം തന്നെ സ്പിരിച്വൽ ടൂറിസത്തെയും ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. IBEFൻ്റെ കണക്ക് പ്രകാരം 2027 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഇന്ത്യയുടെ ട്രാവൽ മാർക്കറ്റ് $75 ബില്യൺ നിന്നും $125 ബില്യൺ ഉയർന്നേക്കും. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിൻ്റെ അറൈവൽസ് 2028 30.5 ബില്യനായി ഉയർന്നേക്കും. ഇതെല്ലാം ടൂറിസം ആൻഡ് ട്രാവൽ സെക്ടറിൽ വരും സമയങ്ങളിൽ ഡീസൻറ്റ് പെർഫോമൻസ് നടത്തും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഈസി മൈ ട്രിപ്പ് എന്ന സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും കൺസിഡറബിൾ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ്. 40 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ട് റീജിയൻ കൂടിയാണ്. ഇവിടെ നിന്നും സ്റ്റോക്ക് 42 രൂപ 25 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ട്രെൻഡ് റിവേഴ്സൽ പോയിന്റ് ഓഫ് വ്യൂ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ 45 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രം പൊസിഷൻ എടുക്കുക. അതേസമയം സ്റ്റോക്കിൽ ആൾറെഡി പൊസിഷൻ എടുത്തിരിക്കുന്നവർ 38 രൂപയുടെ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ബോറോസിൽ റിന്യൂവബിൾ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം ബോറോസിൽ റിന്യൂവബിൾ 7.75% ഉയർന്ന് 517 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 669, 52 വീക്ക് ലോ 391. 7000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിയാണ് ബോറോസിൽ റിന്യൂവബിൾ ലിമിറ്റഡ് എന്ന കമ്പനി. ഗവൺമെൻറ്റിന് എനർജി സേവിങ്സ് അല്ലെങ്കിൽ ഊർജ്ജ സംരക്ഷണവും എനർജി വിതരണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു നയരേഖയും ഉടൻ തന്നെ ഗവൺമെൻറ് പുറത്തിറക്കും എന്നുള്ള അപ്ഡേറ്റ് വന്നതിന് ശേഷമാണ് ബോറോസിൽ റിന്യൂവബിൾ പോലുള്ള സ്റ്റോക്കുകളിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. 1 കോടി വീടുകൾക്ക് 300 യൂണിറ്റ് ഇലക്ട്രിസിറ്റി സൗജന്യമായി നൽകുന്നതിന് വേണ്ടി റൂഫ് ടോപ്പ് സോളാർ പ്ലാനായ സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന എന്നൊരു പ്ലാൻ ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരുന്നു. അതായത് വീടുകളിൽ റൂഫ് ടോപ്പ് സോളാർ പാനൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന 1 കോടി വീടുകൾക്ക് 300 യൂണിറ്റ് വൈദ്യുതി പ്രതിമാസം സൗജന്യമായി നൽകാനുള്ള പ്ലാനാണ് ഗവൺമെൻറ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ സോളാർ സെക്ടറുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലെല്ലാം തന്നെ ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ഇതുവരെ PM സൂര്യ
PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജനയ്ക്ക് 1.28 കോടി രജിസ്ട്രേഷനും 14 ലക്ഷം ആപ്ലിക്കേഷനും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകളിലും സോളാർ സെക്ടറിലെ സ്റ്റോക്കുകളിലും ബൈയിങ് മൊമെൻറ്റം പ്രകടമായി. ബോറോസിൽ റിന്യൂവബിൾ എനർജി എന്ന കമ്പനി സോളാറുകൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ സോളാർ സെറ്റപ്പിന് ആവശ്യമായിട്ടുള്ള ക്ലിയേർഡ് പാറ്റേൺഡ് ഗ്ലാസ് നിർമ്മിക്കുന്ന ഫോട്ടോവോൾട്ടായിക് ഗ്ലാസ് നിർമ്മിക്കുന്ന ഒരു കമ്പനിയാണ്. റിന്യൂവബിൾ എനർജി സെക്ടറിലെ കമ്പനിയായ ഇറാഡ എന്ന സ്റ്റോക്കിലും SW സോളാർ എന്ന സ്റ്റോക്കിലും കഴിഞ്ഞ ദിവസം ഈ ന്യൂസുമായി ബന്ധപ്പെട്ട് ബൈയിങ് മൊമെൻറ്റം പ്രകടമായിരുന്നു. ബോറോസിൽ റിന്യൂവബിൾ എന്ന കമ്പനിയുടെ ഫണ്ടമെൻ്റൽസ് വളരെ മോശമാണ്. കമ്പനിയുടെ ROE -8.45 ROCE -3.95 സ്റ്റോക്ക് പലപ്പോഴും ലോസിൽ തുടരുന്നതുകൊണ്ട് കമ്പനിയുടെ വാല്യൂഷൻ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ചില സമയങ്ങളിൽ പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോഫിറ്റിൽ കൺസിസ്റ്റൻസി ഇല്ല. കഴിഞ്ഞ 2 ക്വാർട്ടറുകളിലായി കമ്പനി 16 കോടി രൂപയുടെയും 53 കോടി രൂപയുടെയും ലോസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഇയർ ഓൺ ഇയറിൽ കഴിഞ്ഞ 4 ക്വാർട്ടറുകളിലായി കമ്പനിയുടെ റവന്യൂ ഇടിഞ്ഞു വരികയും ചെയ്യുന്നു. ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം ചൈനയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് സോളാർ ഗ്ലാസുകൾ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഗ്ലാസുകൾക്ക് മുകളിൽ ആൻറ്റി ഡംപിംഗ് ഡ്യൂട്ടി ഏർപ്പെടുത്തിയാൽ മാത്രമേ ബോറോസിൽ റിന്യൂവബിൾ പോലുള്ള കമ്പനികൾ ഡീസൻറ്റ് പെർഫോമൻസ് നടത്താൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ സോളാർ സെക്ടറുമായി അനുബന്ധിച്ച് വന്ന സ്റ്റോക്കിൻ്റെ ഇമ്പാക്റ്റാണ് സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. അതേസമയം ഫ്യൂച്ചറിൽ സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യണമെങ്കിൽ ഫണ്ടമെൻ്റൽസിൽ മികച്ച ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബോറോസിൽ റിന്യൂവബിൾ എന്ന സ്റ്റോക്ക് 520 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 485 സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 550 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.